വാർത്തയിലേക്കാണ്. യുദ്ധവിമാനങ്ങളിൽ അടിയന്തര ഘട്ടങ്ങളിൽ വൈമാനികൾക്ക് രക്ഷപ്പെടുന്നതിനുള്ള ഇജക്ഷൻ സംവിധാനം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. മണിക്കൂറിൽ 800 കിലോമീറ്റർ വേഗമുള്ള സംവിധാനമാണ് ഇന്ത്യ തദ്ദേശീയമായി പരീക്ഷിച്ചത്. ചണ്ഡീഗഡിലെ ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയിൽ റെയിൽവേ ട്രാക്കിലാണ് പരീക്ഷണം നടത്തിയത്. തേജസ് യുദ്ധവിമാനത്തിന്റെ മുൻഭാഗമാണ് പരീക്ഷണത്തിന് ഉപയോഗിച്ചത്. വിമാനത്തിന്റെ സുരക്ഷാ കവചം വേർപെട്ട പൈലറ്റിന്റെ ഇരിപ്പിടം റോക്കറ്റിന്റെ സഹായത്തോടെ പുറത്തേക്ക് തള്ളുന്നതാണ് പരീക്ഷണം. നിലവിൽ ബ്രിട്ടൻ, അമേരിക്ക, റഷ്യ എന്നീ രാജ്യങ്ങളും മാത്രമാണ് ഇജക്ഷൻ സിസ്റ്റം വികസിപ്പിച്ചിട്ടുള്ളത്. പരീക്ഷണം വിജയകരമായതോടെ ഇന്ത്യ സ്വന്തമായി ഇജക്ഷൻ സംവിധാനം വികസിപ്പിക്കുന്ന 4ാമത്തെ രാജ്യമായി. യുദ്ധവിമാനങ്ങളിൽ അടിയന്തര ഘട്ടങ്ങളിൽ വൈമാനികർക്ക് രക്ഷപ്പെടുന്നതിനുള്ള ഇജക്ഷൻ സംവിധാനമാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 800 കിലോമീറ്റർ വേഗമുള്ള സംവിധാനമാണ് ഇന്ത്യ തദ്ദേശീയമായി തന്നെ പരീക്ഷിച്ചിരിക്കുന്നത്. ചണ്ഡീഗഡിലെ ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയിൽ റെയിൽവേ ട്രാക്കിലാണ് ഇത്തരത്തിൽ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. തേജസ് യുദ്ധവിമാനത്തിന്റെ മുൻഭാഗമാണ് ഒരു പരീക്ഷണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. വിമാനത്തിന്റെ സുരക്ഷാ കവചം വേർപെട്ട് പൈലറ്റിന്റെ ഇരിപ്പിടം റോക്കറ്റിന്റെ സഹായത്തോടെ പുറത്തേക്ക് തള്ളുന്നതാണ് ഈ ഒരു പരീക്ഷണം. നിലവിൽ ബ്രിട്ടൻ, അമേരിക്ക, റഷ്യ എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഇജക്ഷൻ സിസ്റ്റം വികസിപ്പിച്ചിട്ടുള്ളത്. പരീക്ഷണം വിജയകരമായതോടെ ഇന്ത്യ സ്വന്തമായി ഇജക്ഷൻ സംവിധാനം വികസിപ്പിക്കുന്ന 4ാമത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ്.